ഈറ്റ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലൂടെ ജീവിതോപാധി കണ്ടെത്തുന്നതിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശം കൂടി പകർന്നു നൽകുകയാണ് കുടുംബശ്രീ അംഗങ്ങളായ സരളയും അമ്മിണിയും. തൃത്താല ചാലശ്ശേരിയിൽ നടക്കുന്ന 13ാമത് ദേശീയ സരസ് മേളയിലെ ഗ്രാമദീപം കുടുംബശ്രീ യൂണിറ്റിന്റെ സ്റ്റാൾ വ്യത്യസ്തമാകുന്നതും ഇതുകൊണ്ടാണ്. ഞങ്ങളുടെ പ്രതിനിധി മനോജ് പുലാശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കല്യാണമായിരുന്നേ അവളുടെ അരയിലണയം കൊടുത്തഴിച്ചു ഞാനും മംഗളായി മാടത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞോത. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിപണി കീഴടക്കുന്ന കാലഘട്ടത്തിലും ഈറ്റ കൊണ്ടുള്ള പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങളുമായി തനതായ ശൈലിയിൽ വേറിട്ട് നിൽക്കുകയാണ് സരസ് മേളയിലെ ഗ്രാമദീപം കുടുംബശ്രീ യൂണിറ്റ് സ്റ്റാൾ. പൂക്കൊട്ടകൾ, മുറം, വിശറി തുടങ്ങി വീടിനകത്ത് അലങ്കാരമായി വയ്ക്കാവുന്ന ആകർഷകമായ വസ്തുക്കൾ വരെ ഈ സ്റ്റോളിലുണ്ട്. മേളയിലെത്തുന്നവർക്ക് തങ്ങളുടെ കുലത്തൊഴിലിന്റെ മഹാത്മ്യം വിവരിച്ചു നൽകുന്നതിനോടൊപ്പം പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് തങ്ങളാൽ കഴിയും വിധം ജനങ്ങളെ ബോധവൽക്കരിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഈ അമ്മമാർ. പ്ലാസ്റ്റിക് നിരോധിക്കാനും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാനും സർക്കാർ തലത്തിൽ നടപടികൾ സ്വീകരിക്കുമ്പോഴും ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരാതെ പ്രകൃതിയെ സംരക്ഷിക്കാനാകില്ലെന്ന് സരളയും അമ്മിണിയും അടിവരയിട്ട് പറയുന്നു. അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കുലത്തൊഴിലിനെ അഭിമാനത്തോടെ കാത്തു സൂക്ഷിക്കാൻ ഇവർക്ക് കരുത്തു പകരുന്നത് കുടുംബശ്രീ എന്ന വലിയ കൂട്ടായ്മയാണ്. ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേരെ കാണാനും സ്നേഹം പങ്കുവയ്ക്കാനുമുള്ള വലിയൊരു വേദിയായും ഇവർ സരസ് മേളയെ കാണുന്നു. നമ്മുടെ പണിയാണല്ലോ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലിപ്പണിക്ക് പോയപ്പോ 10, 600, 700 ഒക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ട്. അത് നോക്കിയാലും ഇരിക്കില്ല. ഇത് കളയാൻ പറ്റില്ല. നമ്മുടെ പാരമ്പര്യ തൊഴിലാണ്. പിന്നെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീൽഡ് എന്ന് പറയുമ്പോ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയ കാരണം ഒരുപാട് ജനങ്ങളായിട്ട് നമുക്ക് കൂട്ടി കാണാനും കൂടിക്കാഴ്ചയും സ്നേഹവും അങ്ങനത്തെ ഒരു സൗഹൃദം പങ്കുവയ്ക്കാന്നുള്ളതാണ് മെയിൻ കാര്യം. സരസ് മേളയിലെത്തുന്ന സന്ദർശകർക്കും സരളയുടെയും അമ്മിണിയുടെയും അഭിപ്രായത്തോട് യോജിപ്പാണ്. കുലത്തൊഴിലുകളെ സംരക്ഷിക്കുന്നതിന് പിന്തുണ നൽകുന്നതിനോടൊപ്പം ഭൂമിക്ക് ദോഷം വരാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ടതിന്റെ പ്രാധാന്യവും സന്ദർശകരിൽ ചിലർ പങ്കുവച്ചു. ഒരിക്കലും മണ്ണിന് പ്രകൃതിക്ക് ദോഷം വരുത്തുന്ന ഒരു കാര്യം മണ്ണിൽ അലിഞ്ഞു ചേരുന്ന സാധനങ്ങളാണ്. അതും വളരെ പണിപ്പെട്ട് ഉണ്ടാക്കുന്നതാണ്. വെറൈറ്റി ഉൽപ്പന്നങ്ങൾ പറഞ്ഞു മുളയുടെ വെറൈറ്റി ഉൽപ്പന്നങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു സാധനം വാങ്ങി നല്ല ഏറ്റവും അധികം നല്ല ആളുകൾക്ക് തൊഴിൽ നൽകുന്നതും ഈ ഭൂമിക്ക് ഈ മണ്ണിന് ദോഷം വരുത്താത്തതുമാണ്. മേളയിലെത്തുന്ന വിദേശികൾ വളരെ കൗതുകത്തോടെയാണ് ഈറ്റ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം കണ്ടു നിൽക്കുന്നത്. കുടുംബശ്രീയുടെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ചില വിദേശികൾ സ്ത്രീകളുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുന്നതിൽ കുടുംബശ്രീ വഹിക്കുന്ന പങ്ക് വലുതാണെന്നുള്ള അഭിപ്രായവും പങ്കുവച്ചു. I'm Beatrice. I'm from Belgium, from Brussels, and I visit this place, and I'm very interested by the handicraft, and I think this kind of handwork is wonderful. I like to see that. You must keep it. It's important for the next generation to transmit your knowledge. പരിസ്ഥിതിയെ മുറിവേൽപ്പിക്കാത്ത ഇത്തരം പരമ്പരാഗത തൊഴിലുകളെ ചേർത്തു പിടിക്കാം. നാളെയുടെ നന്മയ്ക്കായി ഈ പച്ചപ്പുള്ള ശീലങ്ങളെ നെഞ്ചിലേറ്റാം. മനോജ് പുലാശ്ശേരി, NCV ന്യൂസ്, തൃത്താല.